ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഒരാൾ പറയുന്ന വീഡിയോ കാണിച്ചു തരാം. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം ക്ലച്ച് പിടിച്ച് വേര് പിടിച്ച് നമ്മുടെ തരുണിമണികൾ വേര് പിടിപ്പിച്ച ആത്മീയ കോമാളിത്തരങ്ങൾ കാട്ടിക്കൊണ്ട് ലക്ഷങ്ങളല്ല കോടികൾ ആസ്തി ഉണ്ടാക്കിയ ഒരാത്മീയ മനുഷ്യൻ തങ്ങൾ കുടുംബത്തിലാണ്, തങ്ങളാണെന്ന് അവകാശപ്പെടുകയാണ്. അത് മറ്റൊരു കാര്യമാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ സ്ഥിരീകരിക്കുന്നത്. ആ മനുഷ്യൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആ തങ്ങൾ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസാക്ഷിയോട് സ്വയം ഒന്ന് ചോദിക്കാം. വീഡിയോ ഒന്ന് കണ്ടുവരിക. എന്റെ ആഗ്രഹം എന്നല്ലോ ഒരു പണ്ഡിതനാണെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങളെല്ലാം അനുവദിച്ചില്ല. ഇപ്പൊ ആഗ്രഹം എന്നറിയോ, ഒരു ദിവസം തുടങ്ങണം. പുള്ളി പറയുന്നത് കേട്ടില്ല നിങ്ങള്? ഇത് ഒത്തിരി മുമ്പുള്ള കാലാവസ്ഥയല്ല. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് 19-ലെ 18-ലുള്ള അല്ല, ഓത്തുപള്ളിക്ക് മുമ്പുള്ള കാലങ്ങളല്ല. ഒരു തങ്ങൾ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. എനിക്ക് പഠിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. അതേ നേരത്തെ പറഞ്ഞു, നമ്മളെ മനസാക്ഷിയോട് ചോദിക്കണം, എന്തുകൾ ആത്മീയ തട്ടിപ്പുകളും കോമാളിത്തരങ്ങളും കോപ്രായത്തരങ്ങളും ഇവിടെ നടക്കുന്നത്. അതിന്റെ പിന്നിൽ ഒന്നും അറിയാത്ത ആളുകൾ, പാവങ്ങൾ കൂട്ടം കൂട്ടമായി കിണർ സംഭാവന ചെയ്യുന്നു. അപ്പോ ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പഠിക്കാൻ പറഞ്ഞാല് അറബി വായിക്കാനും ഓതാനും കഴിയാത്തൊരു മനുഷ്യന് തങ്ങൾ കുടുംബത്തില് ആ തങ്ങളെ ഉമ്മയൊപ്പിയെന്ത് പഠിപ്പിക്കാൻ പറഞ്ഞായിട്ട് കഴിഞ്ഞിട്ടാ? ഒത്തിരി മുമ്പുള്ള കഥയല്ലത്. ഈ മനുഷ്യന്റെ ലൈഫ് ഒരു 19 വയസ്സപ്പോ അതിനു മുമ്പുള്ള വർഷങ്ങള് എല്ലാ സാഹചര്യങ്ങളും സമസ്തയുടെയും മറ്റു മദ്രസകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലായിരുന്നൊരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ആത്മീയമായിട്ട് ഏറ്റവും കോടികൾ വരുമാനമുള്ള ഒരു മനുഷ്യനായി ആത്മീയത മാറണമെങ്കിൽ ആ കറുത്ത തൊപ്പിയും ഈ പിന്നിലുള്ള അണികളും തരുണിമണികളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കോമാളിത്തരങ്ങളുമാണ്. നല്ല രാഗമാണ്. അവൻ മനുഷ്യന്റെ ചെറുപ്പകാലത്തെ ജീവിതം പഠിക്കാൻ കഴിഞ്ഞില്ല. ബോംബെയിലുള്ള ജീവിതങ്ങൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ ചെറുപ്പത്തിൽ പറയാൻ ചാടിപ്പോന്നൊക്കെ പറയില്ല, അവര് അങ്ങനെ ഞാൻ ആക്ഷേപിക്കുകയല്ല. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അടിവരയിട്ടുകൊണ്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആലോചിക്കണം, ഏത് യുഗത്തിലാണിത്? എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്. അതല്ല ഖുർആൻ തെറ്റായി ഓതിയിട്ട് വന്നതിന് ന്യായീകരിച്ച ട്രോളുകൾ വന്നത്. അപ്പോ ഒരു അറബിയിൽ 5 മിനിറ്റ് ദുആ ചെയ്യാൻ അറിയില്ല, അദ്ദേഹത്തിന് സമ്മതിക്കാൻ നമുക്കും അറിയാം. മലയാളത്തിൽ ഏത് രാഗവും ഉഷാ ഉടുപ്പിനെ പോലെ ഏത് രാഗത്തിലും വശീകരണ ശൈലിയുണ്ട്. നമ്മളെല്ലാം അഹ്ലു ബൈത്ത് തങ്ങൾമാര് പ്രേമികളാണ്, തങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുമാണ് തങ്ങന്മാർ അഹ്ലു ബൈത്ത്. അതല്ലാതെ ഞാൻ ഇത്തരം വീഡിയോയിൽ എന്നെ പലരും വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അണികളിൽ നിന്ന്, നിങ്ങളെന്താ തങ്ങളോട് ഇത്ര വിരോധം? ഞാൻ അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം നെഞ്ചോട് ചേർക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ കോമാളിത്തരങ്ങൾ കൂട്ടു നിൽക്കരുത് പൊന്നു സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കൊറോണയിലാണ് ഇത് ക്ലച്ച് പിടിച്ചതും അതിന്റെ അണികൾ അതിന്റെ പുറകോട്ട് വന്നത്. എന്നിട്ട് പല ട്രോളുകൾ വന്നപ്പോൾ ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് വായിക്കാൻ അറിയില്ല, ഓതാൻ അറിയില്ല. ഇങ്ങോട്ടിപ്പോ ഈ പ്രസംഗത്തിൽ പറഞ്ഞ അതന്ന് വീഡിയോ ഇടാൻ കാരണം, ഈ പ്രസംഗത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, ഈ ചെറുപ്പകാലത്തിന് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരൊറ്റ മാറ്റർ വെച്ച് ഒരു തങ്ങൾ കുടുംബത്തിൽ ഈ യുഗത്തിൽ ആ മനുഷ്യന് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചുകൊണ്ട് അവിടെ ഇവിടെയും ബോംബെ തെരുവിലൂടെ ആയിരുന്നു മുമ്പുള്ള കാലങ്ങള്. ഹിസ്റ്ററി നമുക്ക് കാണുന്നതാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യന് സുപ്രഭാതത്തിൽ ഒല്ലിയും കയ്യില് തസ്ബീയും ഇട്ടുകൊണ്ട് വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനും ഒരു സുന്ദര സുമുഖനായിട്ട് വന്നാൽ ഇതിലേറെ ചിലപ്പോ ആളുകൾ വഞ്ചിക്കപ്പെടും. പക്ഷേ റക്കീബ് അത്തിയത് സൈഡിലേതും അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ ഈ പാവപ്പെട്ട അണികൾക്ക് അത്ര കുറ്റമുണ്ടാവില്ല. കാരണം ഇവിടെ വിൽക്കുന്നത് സ്വലാത്ത് താജായാലും വിൽക്കുന്ന എന്ത് യതീമക്കളെ കാര്യങ്ങൾ എന്തായാലും ഇതിന്റെയൊക്കെ പിന്നിൽ 2 അക്ഷരമാണ് ആത്മീയ ചൂഷണം, തട്ടിപ്പ്, പാവങ്ങളെ വഞ്ചിക്കുക. പിടിക്കപ്പെടും, ഒരു കാലത്ത് പിടിക്കപ്പെടും, ഒരു സംശയമല്ല പിടിക്കപ്പെടും. പിടിക്കപ്പെടുന്നത് വരെ പലരും ഇത് മധൂരിനെ പോലുള്ള ആളുകളൊക്കെ പലരും റബ്ബറിന്റെ കെട്ടുകൾക്ക് അധീനപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് നിയമപീഠം
ആമം വെക്കുന്നത് നമ്മൾ കാണും. അതിലേക്കുള്ള ഈ പണത്തിന്റെ സോഴ്സുകൾ കാണിക്കാൻ ഇൻകം ടാക്സ് മുതൽ എല്ലാം ഇതിൽ വരുമ്പോൾ ഈ വരിയെന്ന് കൂട്ടത്തോടെ മക്കനയിട്ട് പോയ തരുണിമണികൾ അന്തം വിടും. വീഡിയോ നിങ്ങൾ പോകുന്നുണ്ട്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത് ഈ ഒരൊറ്റ മാറ്റർ. എനിക്ക് ചെറുപ്പകാലത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. അതിന് ആ മനുഷ്യനോട് ചോദിക്കണ്ടേ, ആരും ചോദിക്കണ്ടേ എന്തെങ്കിലും പഠിച്ചാൻ പറ്റേന്ന്? എന്തുത്തര പറയാ? ഞാൻ മുമ്പിൽ പോയിന്നോ? ഫുട്ബോൾ പന്ത് കളികളൊക്കെ ആയിട്ട് എല്ലാ വിനോദം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ആ ക്ലബ്ബുകൾ ഒത്തിരി കാലം ഫുട്ബോൾ ക്ലബ്ബ് കൊണ്ടുവരുന്ന മനുഷ്യനാണ്. വ്യക്തിഹത്യ ഞാൻ അയാൾ ഹിസ്റ്ററി A to Z അറിയുന്ന ആളാണ്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഞാൻ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. പബ്ലിക്കിലെ ഞാൻ പറയുന്നത് ഈ ആത്മീയ ചൂഷണം ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ വിളിച്ചു അദ്ദേഹത്തെ, ഞാൻ വിളിക്കാറുണ്ട് 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചേക്കും. ആ വിളിച്ച വോയിസ് ഒന്നും ഞാൻ ഔട്ട് ചെയ്തിട്ടില്ല. എന്തിനാണ്? വ്യക്തിഹത്യ നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം ദീൻ കച്ചവടം, അതിലെ മീനും മാർക്കറ്റിൽ കച്ചവടം ചെയ്യും പോലെ ചെയ്യാൻ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് അത് നെഞ്ച് പിടയും. അവരൊറ്റ വേദനയോടെയാണ് പറയുന്നത്. വമ്പൻ തട്ടിപ്പിന്റെ ടിസ്റ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് ബൈ. അനീഫ കട്ടപ്പാർ.